Hello everyone, it's me Savitha Charles from Poothirans. കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള ലുറക്സിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് വന്നിരിക്കുന്നത് 60s by 60s ത്രെഡ് കൗണ്ട് ആയിട്ടുള്ള കോട്ടൺ ആണ്. അതിനകത്ത് ഒരു സിൽവർ ത്രെഡ് പോകുന്നുണ്ട്. നമ്മളതിന് ലുറക്സ് ഫാബ്രിക്സ് എന്നാണ് പറയാറ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ലുറക്സ് കൊണ്ടുവരുന്നത്. കോട്ടണിൽ തന്നെ ലുറക്സ് ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 134 rupees per meter ആണ് കേട്ടോ. ഇതിനകത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളൊരു കളക്ഷനാണ്. 44 inch വിട്ടിലാണ് ഫാബ്രിക് വരുന്നത്. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. അപ്പോൾ ഇതൊരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് വന്നിട്ടുള്ളത് ഒരു ബൂട്ട പോലത്തെ പ്രിൻ്റ് ആണ്. എല്ലാം പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ കോട്ടണിലുള്ള ലുറക്സ് കൊണ്ടുവരുന്നത്. ഇതിനകത്ത് ക്യാമ്പ്രിക് ആണ്. കോട്ടൺ എന്ന് പറയുമ്പോൾ 60s by 60s ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കാണാൻ കഴിയും ലുറക്സിൻ്റെ ത്രെഡ് പോകുന്നൊരു സിൽവർ ത്രെഡ് ഇങ്ങനെ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമുക്ക് പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഇത് വന്നിരിക്കുന്നത് ഒരു പീക്കോ ഗ്രീൻ കളറിലേക്കാണ് കേട്ടോ ഇത് പോയിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ റെഡ് കളറിലുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആണ്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചും കൂടി ആ ലുറക്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നതാണ്. ഇതേ ഫാബ്രിക്കിൽ തന്നെ നമുക്ക് വേറൊരു ഡിസൈനും കൂടെ അവൈലബിൾ ആണ്. ഇത് വന്നപ്പോൾ കുറച്ച് ബൂട്ടയല്ല, കുറച്ച് ജാലി പോലത്തെ പ്രിൻ്റാണ്. കുറച്ച് വലിയ പ്രിൻ്റാണ്. ഫ്ലോറൽ പാറ്റേണിൽ തന്നെയുള്ള ജാലി പ്രിൻ്റാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിനകത്തേക്ക് ആ റെഡിൻ്റെ കളർ കുറച്ചധികം കയറുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഇതൊരു എന്താ പറയുക, ഗ്രീനിൻ്റെ ആ ഒരു കോമ്പിനേഷൻ കുറച്ച് കുറഞ്ഞതായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ടൈം ആണെങ്കിലും ഫാബ്രിക്കിൻ്റെ ആ ബേസ് പോകുന്നത് 60s by 60s ആയിട്ടുള്ള ക്യാമ്പ്രിക് തന്നെ. അതിനകത്ത് ലുറക്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇതിന് നമുക്ക് മാച്ച് ചെയ്യാവുന്ന ഡിസൈനൊക്കെ ഞാൻ കാണിച്ചു തരാം. കുറച്ചും കൂടി സെയിം ഫാബ്രിക്കിൽ തന്നെ കളർ കോമ്പിനേഷൻ സെയിം ആയിട്ട് വരുന്നുണ്ട്. ഇത് വന്നിട്ടുള്ളത് ചെറിയ ഒരു ബൂട്ടയായിട്ടാണ്. ലുറക്സ് തന്നെയാണ്. ലുറക്സിൻ്റെ കുറച്ചും കൂടി അടുപ്പിച്ചുള്ള ഇഴ പോലെ നമുക്ക് ഫീലിംഗ് കുറച്ചധികം എടുത്ത് കാണിക്കുന്ന പോലത്തെ ഒരു, ഇനി അത് കളറിൻ്റെ ആണെന്ന് തോന്നുന്നു. ഈ റെഡ് കളറിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന പോലത്തെ ഒരു സിൽവർ കളറിലുള്ള ലുറക്സ് ആണ് ഇതിനകത്ത് പോകുന്നത്. ഇതിന് മാച്ച് ചെയ്യാവുന്ന ആ ഒരു എന്താ പറയുന്നത് സിഗ്സാഗ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനി ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ടോപ്പ് ചെയ്യാം കേട്ടോ. ബോട്ടം ചെയ്യണമെങ്കിൽ ഈ ഒരു ഡിസൈൻ എടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സിഗ്സാഗ് വെച്ച് നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇത് വെച്ച് നമുക്ക് ബോട്ടവും ചെയ്യാം. അപ്പോൾ ആദ്യം കണ്ട ഡിസൈനിനൊക്കെ ഈ ഒരു സിഗ്സാഗ് ബോട്ടമായിട്ട് പെയർ ചെയ്യാം. അങ്ങനെ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് തന്നെ മാച്ച് ചെയ്യാവുന്ന ഒരു കോമ്പിനേഷനും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡ് കളറിൽ വന്നിട്ടുള്ള ജാലി പോലത്തെ പ്രിൻ്റാണ്. ഫസ്റ്റ് ടൈം കണ്ട ജാലി അല്ല, അതിൽ നിന്നും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജാലി പ്രിൻ്റാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് തന്നെയാണ്. ഇങ്ങനെ ജാലി പോലത്തെ പ്രിൻ്റ് ഇഷ്ടമുള്ളവരുണ്ട്, അതുപോലെ തന്നെ ബൂട്ട പോലത്തെ പ്രിൻ്റ് ഇഷ്ടമുള്ളവരുണ്ട്. ഇതിനകത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈനാണ്. ആ ഒരു പീക്കോ ഗ്രീനിൻ്റെ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ടോണിലാണ് ഇത് വരുന്നത്. അതിനകത്ത് റെഡ് കളറിലുള്ള ബൂട്ടയാണ് പോകുന്നത് കേട്ടോ. ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇത് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സിൻ്റെ ബോഡി പാർട്ടൊക്കെ അധികം ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാണ്. ഈ ഒരു ഡിസൈനാണ്. ഇതിൻ്റെ യോക്ക് പാർട്ടിനകത്തേക്ക് നമ്മളൊരു സിഗ്സാഗാണ് ആദ്യം കണ്ട ഒരു റെഡ് ഇല്ലേ, അതിൻ്റെ ഗ്രീൻ കളറിലുള്ള സിഗ്സാഗാണ് യോക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വെച്ച് ബോട്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ബോട്ടവും ചെയ്യാം. അതല്ലെങ്കിൽ ഇത് മാത്രം വെച്ചിട്ട് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. സിഗ്സാഗ് ഇങ്ങനെ താഴോട്ട് പോകുന്ന പോലെ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലായിരിക്കും ഡിസൈൻ വരുന്നത്. നമ്മളിന്ന് കണ്ടത് കോട്ടണിൽ തന്നെ ക്യാമ്പ്രിക് കോട്ടണിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷനാണ്. 60s by 60s ആണ് കേട്ടോ ത്രെഡ് കൗണ്ട് വരുന്നത്. നോർമലായിട്ടുള്ള ക്യാമ്പ്രിക് പോലെ തന്നെ ലൈനിങ് ഇല്ലാതെ ചെയ്യാവുന്ന ഒരു ഫാബ്രിക് തന്നെയാണിത്. ഇതിനകത്ത് ലുറക്സിൻ്റെ ഒരു ത്രെഡും കൂടെ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 44 inch വിഡ്ത്തിലാണ്. 134 rupees ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ലുറക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ടാണ് 134 rupees ആണ്. അപ്പോൾ ഇതിൽ നമ്മളിന്ന് കണ്ടതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. സ്റ്റിച്ച് ചെയ്തും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൺലൈനിലായാലും ഒരു ഷോപ്പിലായാലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 88910225 കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.